ജാസ്മിൻ എന്താ ചിരിക്കാൻ പാടില്ലേ? ഏഷ്യാനെറ്റിൻ്റെ ഒരു പുതിയ പ്രൊമോ, ആ പ്രൊമോയ്ക്കകത്ത് ജാസ്മിൻ ചിരിക്കുന്ന പടങ്ങൾ വന്നിട്ടുണ്ട്. പടങ്ങളുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ലാലേട്ടൻ അതിനകത്ത് മത്സരാർത്ഥികൾക്കൊക്കെ തമാശ നടന്ന ഒരു ടാസ്ക് കൊടുക്കുന്നു. അത് കണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ജാസ്മിനും ഫ്രീദും ഒക്കെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് ജാസ്മിൻ ചിരിക്കാൻ പാടില്ലേ. അപ്പം എതിരായിട്ട് ചിലവർ പറയുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയെ മറന്നു, ജാസ്മിൻ ഗെയിമിലേക്ക് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമൻറ്റുകൾ വരുന്നുണ്ട്. അതിനകത്ത് വന്നേക്കുന്ന കമൻറ്റുകളാണ് ജാസ്മിന് ചിരിക്കാൻ പാടില്ലേ, എന്താ ഗബ്രി പോയോണ്ട് ജാസ്മിൻ എന്താ കരഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് രണ്ട് തരം ആൾക്കാരാണുള്ളത്. ഒരു തരത്തിൽ പറയുന്നു ഇതുപോലെ ഇന്നലെ തന്നെ ഷൂട്ട് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് ഇന്നലത്തെ ശനിയാഴ്ചയും ഞായറാഴ്ചത്തേക്കും വേണ്ടി ഉള്ള എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ ഷൂട്ട് ചെയ്തതാണ്, ശനിയാഴ്ച തന്നെ ഷൂട്ട് ചെയ്തതാണ്. അപ്പം ഗബ്രി പോയിട്ട് മണിക്കൂറായതേ ഉള്ളൂ. അന്നേരം ഗബ്രി പോയപ്പോൾ ജാസ്മിൻ കാട്ടിക്കൂട്ടിയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഇത്ര പെട്ടെന്ന് അത് റിക്കവർ ചെയ്ത് ജാസ്മിൻ ചിരിച്ചുകൊണ്ടിരുന്നപ്പം ചിലവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിന് ബദലായിട്ടാണ് ചിലവർ ചോദിക്കുന്നത് ഇതുപോലെ ജാസ്മിന് ചിരിക്കാൻ പാടില്ല എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ജാസ്മിന് ചിരിക്കാം. ജാസ്മിൻ നടത്തിയത് എല്ലാം നാടകമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു കൊച്ചു കുഞ്ഞിന് തന്നെ അറിയാൻ പറ്റും. കാര്യം ഇത് അവിടെ നിലനിൽക്കാൻ വേണ്ടി ഗബ്രിയും ജാസ്മിനും കൂടെ ചേർന്ന് നടത്തിയൊരു ഡ്രാമയാണ്. അത് പലപ്പോഴായിട്ട് ജാസ്മിൻ പറയുന്നുകൊണ്ട് കാണിക്കുന്നതൊക്കെയുണ്ട്. അത് ഒരു ഡ്രാമ, അത് പരാജയപ്പെട്ടു എന്ന് ഗബ്രി മനസ്സിലാക്കുന്നു. ജാസ്മിന് ഒരുപക്ഷെ ഇപ്പം മനസ്സിലായി കാണും. അപ്പം അതിന് ഉൾക്കൊണ്ടുകൊണ്ട് ജാസ്മിൻ തിരിച്ചു വന്നതാകാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ജാസ്മിൻ എനിക്ക് തോന്നുന്നു ഇനി ഒറ്റയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളട്ടെ. ജാസ്മിൻ ചിരിക്കണോ ചിരിക്കണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് ജാസ്മിൻ തന്നെയാണ്.